ഒരു നെഞ്ചുവേദന വരുമ്പോൾ ഒരു രോഗിയെ നമ്മൾ എടുത്തുകൊണ്ട് ഓടില്ലേ ആശുപത്രിയിൽ, അതൊരു സ്ട്രോക്ക് രോഗി എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പെട്ടെന്ന് മുഖത്തുണ്ടാകുന്ന കോട്ടം അത് വേറൊരാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റം കണ്ടാൽ എവറി മിനിറ്റ് കൗണ്ട്സ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമുക്കൊരു കോമൺ മാൻ അറിയുന്നത് ഗോൾഡൻ അവർ ഉണ്ട്, അത് 1 മണിക്കൂർ എന്ന് കരുതുന്നവരുണ്ട്, 4 മണിക്കൂർ എന്ന് പറയുന്നവരുണ്ട്. ആ വിൻഡോ എത്ര ഓപ്പൺ ആണ്? അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ 4.5 മണിക്കൂറിന് ഉള്ളിൽ എത്തിയാൽ മതി എന്നുള്ളതല്ല, ഞാൻ എത്രയും പെട്ടെന്ന് എത്തണം. അപ്പോൾ എനിക്ക് ഇടത്തെ കൈയും കാലിനും ബലക്കുറവ് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വന്നാൽ മരുന്നെടുത്ത ഉടനെ എൻ്റെ ഇടത്തെ കൈയും കാലിൻ്റെയും ബലക്കുറവ് മാറി. അപ്പോൾ ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ഏകദേശം 90% റീസൺ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ എന്ത് കാരണം കൊണ്ട് സ്ട്രോക്ക് വന്നുവെന്നും ആദ്യത്തെ തവണ സ്ട്രോക്ക് വന്നപ്പോൾ അതിൽ എന്ത് വികലതയാണ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നുള്ളതിനും അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് ഏതൊക്കെ ആക്ടിവിറ്റി ലിമിറ്റേഷൻ വരും. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് നമ്മുടെ കെയർ ഗീവേഴ്സ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ആദ്യം മുതൽ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉൾപ്പെടും. ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ നൊട്ടോറിയസ് റിസ്ക് ഫാക്ടേഴ്സാണ് സ്ട്രോക്ക് ഉണ്ടാക്കാൻ. അപ്പം മരുന്ന് കഴിക്കുന്ന ഒരാൾ മരുന്ന് കഴിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായിട്ട് ഇത് ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും ഓർക്കണം. അതായത് നമ്മുടെ പുക്കിളിന് താഴെ ഇടുപ്പിന് മേലെയുള്ള ചുറ്റളവ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് സ്ട്രോക്കിൻ്റെ റിസ്ക്. 20 മിനിറ്റ്സ് വീക്ക്ലി 5 times a week എങ്കിലും നമ്മൾ നടന്നിരിക്കണം. ദാറ്റ് ഈസ് ദ ഓൺലി റിക്വയർഡ് തിങ് ടു പ്രിവെൻറ്റ് സ്ട്രോക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സ്ട്രെസ്സും സ്ട്രോക്കും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. കുറച്ചൊക്കെ ഈസി ഗോയിങ് ആവുക, കാര്യങ്ങളെല്ലാം തലയിലിടാതെ പറ്റുന്നത് പോലെ ചെയ്യാന്നുള്ളതാണ്. അപ്പം സ്മോക്കിംഗ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു സ്ട്രോക്കാണ്. അപ്പം നമ്മുടെ ജീവിതശൈലി എക്സസൈസ് ചെയ്യുക, നല്ലൊരു ഡയറ്റ് കീപ്പ് ചെയ്യുക, നല്ലൊരു ഗുഡ് സ്ലീപ്പ് വേണം എന്നുള്ളതും എല്ലാം നമ്മളിലൂടെയാണ് പോകുന്നതെന്ന് ചിന്തിക്കാതെ നമുക്കായി നമ്മൾ സമയം കണ്ടെത്തണം. NABH accredited ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ with 40 specialty in all medical disciplines with more than 300 beds with advanced technology, expert doctors and modern infrastructure. SK Hospitals, touching human lives. ഡോക്ടർ, ഒരു സ്ട്രോക്ക് സ്പെഷ്യലിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് ശരിക്കും ചോദിക്കാൻ തോന്നുന്നത്, ഒരുപാട് മനുഷ്യർ പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു, ഹോസ്പിറ്റലിൽ എത്തുന്നു, പിന്നെ ചിലപ്പോൾ അവരുടെ ജീവിതം മാറുന്നു, കുടുംബത്തിൻ്റെ അവസ്ഥ മാറുന്നു. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് സ്ട്രോക്കിനെ അറിയുക. ശരിക്കും എന്താണ് സ്ട്രോക്ക്? അത് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വാക്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പറയുന്നത് പോലെ. ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് പൊതുജന സമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്, ഹൃദയത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു രക്തധമനിയിൽ പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടാവുകയും അത് കാരണം ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് പ്രശ്നം വരികയും പിക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സെയിം മെക്കാനിസം തന്നെയാണ് ഒരു ബ്രെയിൻ അറ്റാക്ക് അഥവാ സ്ട്രോക്കിലുണ്ടാകുന്നത്. തലച്ചോറിലേക്കുള്ള ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് എവിടുന്നെങ്കിലും ഒരു രക്തക്കട്ടി വന്നത് അടയുകയോ അതിൻ്റെ ഭാഗമായിട്ട് ആ രക്തക്കുഴൽ സപ്ലൈ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് ബ്രെയിൻ അറ്റാക്ക്. ബ്രെയിൻ അറ്റാക്ക് ഒരു കോമൺ ടേമാണ്. സ്ട്രോക്ക് വളരെ എല്ലാവരും സ്ട്രോക്ക് എന്നുള്ള വാക്ക് ഒരുപാട് തവണ ഉപയോഗിക്കുന്നെങ്കിലും സ്ട്രോക്ക് എന്താണ് എന്നറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തന്നെ അതേ മെക്കാനിസം തലച്ചോറിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധനം തന്നെയാണ് സ്ട്രോക്ക്. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇപ്പം ഗ്ലോബലി തന്നെ WHO കണക്കുകളും അല്ലെങ്കിൽ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ കണക്കുകളും എല്ലാം സൂചിപ്പിക്കുന്നത് 20 സെക്കൻഡിൽ ഒരാൾക്ക് ലോകത്ത് സ്ട്രോക്ക് വരുന്നുണ്ട് എന്നാണ്. നമ്മൾ സ്ട്രോക്കിനെ പറ്റി ഇത്രയും അവബോധം ഇപ്പോൾ നമുക്കൊരു കഴിഞ്ഞൊരു 10 വർഷത്തിലൊക്കെ ഒരുപാട് കൂടാനുള്ളൊരു കാരണം എന്ന് പറയുന്നതും ഈ നമ്പേഴ്സ് തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി ഉണ്ടാക്കുന്ന അസുഖം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും രണ്ടാമതായി ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി അഥവാ രോഗാതുരത ഉണ്ടാക്കുന്ന ഹാർട്ട് എന്ന അസുഖം സ്ട്രോക്കാണ്. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരാൾ മരിക്കുന്നതിനേക്കാൾ ഉപരി 2 പേർക്ക് സ്ട്രോക്ക് വന്നാൽ അവർ മരിച്ചു പോകാതെ അവർ വികലതയോടെ ജീവിക്കും ഒരുപാട് വർഷങ്ങളോളം. അതൊരു ഫാമിലി ബേർഡൻ മാത്രമല്ല, അതൊരു എക്കണോമിക്കൽ ഇമ്പാക്റ്റ് കൂടെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്ട്രോക്കിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ കുറേ വർഷമായിട്ട് നമ്മളത് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഈ സ്ട്രോക്ക് പലരുടെയും സംശയമാണ്, എന്തുകൊണ്ട് വരുന്നു? ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണോ? എന്താണ് സ്ട്രോക്കിൻ്റെ കാരണം? പലതരത്തിലുള്ള സ്ട്രോക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോക്കിൻ്റെ കാരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രയൊക്കെ തരത്തിലുള്ള സ്ട്രോക്കുകളുണ്ടെന്ന് നമ്മൾ അറിയണം. സ്ട്രോക്ക് പ്രധാനമായിട്ടും രണ്ട് വിഭാഗത്തിലുള്ളതാണ്. ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ രക്തക്കുഴൽ അടഞ്ഞിട്ട്
ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം, തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നിലച്ചു പോകുമ്പോൾ അവിടുത്തെ കോശങ്ങൾ നശിച്ച് ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അഥവാ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലെ ഇതേ രക്തക്കുഴലുകളിൽ തന്നെ ചെറുതായിട്ട് ബലൂൺ പോലെ വീക്കം വരാം, അല്ലെങ്കിൽ ഒരുപാട് നാൾ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന ആളുകൾക്ക് രക്തക്കുഴൽ പൊട്ടി ആ രക്തം പൊട്ടി തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്ക് പാരൻകൈമയിലേക്ക് ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ കാണുന്ന ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 80-85 പേർക്കും ഇസ്കീമിക് സ്ട്രോക്കാണ് നമ്മൾ വളരെ കോമൺലി കാണുന്നത്. ഒരു 10-15% ആളുകൾക്ക് അല്ലെങ്കിൽ 20% മാക്സിമം ആണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്കുകൾ കാണുന്നത്. പക്ഷേ ഇതിന് തന്നെ ജോഗ്രഫിക്കൽ ഡിഫറൻസുകളുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മേഘാലയ അതുപോലത്തെ സ്ഥലങ്ങളിൽ, മിസോറാം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഹെമറാജിക് സ്ട്രോക്കാണ് കൂടുതൽ. പക്ഷേ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിലും ഇസ്കീമിക് സ്ട്രോക്ക് തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇസ്കീമിക് സ്ട്രോക്കിന് നമ്മൾ പറയുന്ന കോസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏജാണ്. ഒരാളുടെ പ്രായമാണ് അയാൾക്ക് സ്ട്രോക്ക് വരാനുള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. രണ്ടാമതാണ് നമ്മുടെ പ്രമേഹം അഥവാ പ്രായം കൂടുമ്പോൾ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അതെ, പ്രായം കൂടുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുന്നു. ഡെഫിനറ്റ്ലി ഒരു 60 വയസ്സിന് മേലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ എത്രമാത്രം റിസ്ക് ആ പേഷ്യൻറ്റിനുണ്ടോ അതേപോലെ തന്നെയാണ് സ്ട്രോക്ക് വരാനുള്ള റിസ്ക്. രണ്ടാമത് പറയുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗേഴ്സ്, എത്ര നാൾ പ്രമേഹം ഉണ്ടായിരുന്നു, പ്രമേഹം കൺട്രോൾഡ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത്, ഉയർന്ന രക്തസമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോള്, സ്മോക്കിംഗ്, പിന്നെ നമ്മുടെ ഒബീസിറ്റി അഥവാ വ്യായാമത്തിൻ്റെ കുറവ് എല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളത്. ഹെമറാജിക് സ്ട്രോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. രണ്ടാമത്തെ റിസ്ക് ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ പലരും കേട്ടിട്ടുണ്ട്, ചില സിംറ്റംസൊക്കെ ഇങ്ങനെ പറയും, മുഖമൊന്ന് കോടിപ്പോയി, അല്ലെങ്കിൽ ഒരു സൈഡ് തളർച്ച തോന്നി, പിന്നെ അതങ്ങ് ശരിയായി, പിന്നെ അതങ്ങ് കളഞ്ഞു, അങ്ങനെ പറയുന്നവരുണ്ട്. നമ്മൾ ഏത് ഘട്ടത്തിലാണ് നമുക്കൊരു അസ്വാഭാവികത തോന്നിയാൽ ഡോക്ടറെ സമീപിക്കേണ്ടത്? അത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത് തന്നെ സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്, എവറി മിനിറ്റ് കൗണ്ട്സ് എന്നുള്ളതാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ലക്ഷണം കണ്ടുപിടിക്കുക, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, എന്നാൽ മാത്രമേ ആ സ്ട്രോക്ക് കാരണം ഉണ്ടാകുന്ന വികലത ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ബി ഫാസ്റ്റ് എന്നൊരു സിനോണിം വെച്ചിട്ടാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പൊതുവേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മുമ്പ് അത് ആദ്യം നമ്മൾ ഫാസ്റ്റ് മാത്രമായിരുന്നു, പിന്നെയാണ് ഈ BE എന്നുള്ളത് ആഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഫാസ്റ്റിലേക്ക് വരാം. ഫാസ്റ്റ് എന്ന് പറയുന്ന ആദ്യം ഫേസ്, പെട്ടെന്ന് മുഖത്തുണ്ടാകുന്ന കോട്ടം, അത് വേറൊരാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. കാരണം ഒരാൾ പെട്ടെന്ന് ചിരിക്കുമ്പോൾ ഒരു സൈഡ് കോടി പോവുക, അല്ലെങ്കിൽ സംസാരത്തിന് പെട്ടെന്നുണ്ടാകുന്ന കുഴച്ചിൽ. രണ്ടാമത്തത് ആംസ് എന്ന് പറയുന്നത് കൈയിനുള്ള ബലക്കുറവ്. ഒരാൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗ്ലാസ് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് പെട്ടെന്ന് സാധനം താഴെ പോകുന്നു, അല്ലെങ്കിൽ കൈ ഉയർന്നു പിടിക്കാൻ പറ്റുന്നില്ല, കൈ ഒരു വശത്തേക്ക് താഴ്ന്നു പോകുന്നു, അതാണ് ആം വീക്ക്നെസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സ്പീച്ചിനെ ഉദ്ദേശിക്കുന്നു. സ്പീച്ച് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള സംസാരത്തിൻ്റെ കുഴച്ചിലാണ്. കുഴച്ചിൽ മാത്രമാകണം എന്നില്ല, നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളുടെ ഫ്ലൂവൻസി പെട്ടെന്ന് കുറയുന്നു, അയാൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല, വാക്കുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാണ്ട് എന്തെങ്കിലും പറയുന്നു, അതെല്ലാം സ്പീച്ച് അബ്നോർമാലിറ്റിയാണ്. T എന്ന് പറയുന്നത് ടൈം ടു ആക്ട്, അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ BE എന്ന് പറയുന്നത് ബാലൻസ് ആണ്. അതായത് പെട്ടെന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വാഭാവികത, നമുക്ക് നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്നു, നേരെ നിൽക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ബാലൻസിൻ്റെ പ്രശ്നം, നമുക്ക് പെട്ടെന്നൊരു സ്ഥിരതയില്ലായ്മ പോലെ തോന്നുക. E എന്ന് പറയുന്നത് I ആണ്. I എന്ന് പറയുന്നത് നമ്മുടെ വിഷൻ്റെ പ്രോബ്ലംസ്, പെട്ടെന്ന് നമുക്കൊരു ഭാഗം കാണാതെ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുക, രണ്ടായിട്ട് കാണുക, ഇതെല്ലാം കാഴ്ചയുടെ പ്രശ്നങ്ങളാണ്. അപ്പം ഇതിലേത് സിംറ്റവും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇൻ കോമ്പിനേഷൻ ഒരുമിച്ചോ വന്നാലും നമ്മളിത് സ്ട്രോക്കാണ്. പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം പലതരത്തിലുള്ള സ്ട്രോക്കുകളുണ്ട്. കുറച്ച് നേരം മാത്രം സിംറ്റംസിൽ നിന്ന് മാറി പോകുന്നതുമുണ്ട്. തുടർന്ന് വരുന്ന ഒരു വലിയ സ്ട്രോക്കിൻ്റെ മുന്നോടിയായിട്ട് വരാനുള്ളൊരു ചെറിയ സ്ട്രോക്ക് അഥവാ TIA എന്ന് പറയും, അതിന് മിനി സ്ട്രോക്ക് എന്ന് പറയും, അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഈ ബി ഫാസ്റ്റ് എന്നുള്ള സിംറ്റംസിൽ ഏത് നമ്മൾ കണ്ടാലും പെട്ടെന്ന് കാണുമ്പോൾ, അതായത് ഇപ്പോൾ ഒരാൾക്ക് 6 മാസമായിട്ട് സംസാരത്തിൻ്റെ കുഴച്ചിലുണ്ട്, അതൊരു സ്ട്രോക്ക് ആകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഞാൻ 1 മണിക്കൂർ മുമ്പ്
മുമ്പ് കണ്ട ഒരാൾ പെട്ടെന്ന് നടന്നു വരുമ്പോൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരം കുഴയുന്നു. ആ പെട്ടെന്ന് എന്നുള്ളത് സ്ട്രോക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനി ഓഫ് ദീസ് സിംറ്റംസ് ഇഫ് ഇറ്റ് ഈസ് അക്യൂട്ട്, പെട്ടെന്ന് വരുന്നത്, അത് നമ്മളൊരു സ്ട്രോക്കിൻ്റെ ലക്ഷണമായി എടുത്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരാളിൽ ഇത്തരം ഒരു ബി-ഫാസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ സിംറ്റംസ് കാണുന്നു എങ്കിൽ നമ്മൾ ഏത് തരം ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്യേണ്ടത്? അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയാൽ മതിയോ, ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയാൽ മതിയോ, എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സിംറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതായത് നമ്മൾ പല പൊതുസമൂഹമാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഷുഗർ കുറഞ്ഞതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ BP മരുന്ന് കഴിക്കാത്തത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടായിരിക്കും, ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ മുമ്പ് ഉപ്പ് കുറഞ്ഞ ഹൈപ്പോനെട്രിമി ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഉപ്പ് കുറഞ്ഞതുകൊണ്ട് വല്ല ലക്ഷണമാണെന്ന്. അങ്ങനെ യാതൊരു ഒരു അനാലിസിസിന് നമ്മളപ്പോൾ നിൽക്കരുത്. ഈ സിംറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. സ്ട്രോക്ക് റെഡി എന്ന് പറയുന്നത് സ്ട്രോക്ക് സെൻറ്റേഴ്സ്, അതായത് 24 മുതൽ 24 മണിക്കൂറും നമുക്കൊരു ന്യൂറോളജിസ്റ്റിൻ്റെ സേവനമുള്ളതും 24 മണിക്കൂറും നമുക്ക് CT സ്കാൻ എന്ത് തരത്തിലുള്ള ഇമേജിംഗ് ഫെസിലിറ്റിയും ഉള്ളതും സ്ട്രോക്കിൻ്റെ നൂതനമായ ചികിത്സകൾ, അതായത് ഇൻക്ലൂഡിങ് IV ത്രോംബോലൈസിസ് ആൻഡ് ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അഥവാ സ്ട്രോക്ക് സൗഹൃദ ഹോസ്പിറ്റലുകൾ എന്നാണ് പറയുന്നത് അതിനെ. ഇപ്പോൾ നമുക്ക് പല ഹെൽത്ത് പ്രോഗ്രാംസും ഉണ്ട്. നമ്മുടെ പ്രൈമറി കാഷ്വാലിറ്റീസിനെ എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് പ്രൈമറി സ്ട്രോക്ക് യൂണിറ്റ്സ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ഹോസ്പിറ്റലിലേക്ക് വേണം നമ്മൾ കൊണ്ടുപോകാൻ. അപ്പം അല്ലാതെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ രാവിലെ 4 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്ന OPയിലിരിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്തല്ല നമ്മൾ ഈ സിംറ്റവുമായിട്ട് ചെല്ലേണ്ടത്. കാരണം എന്താണ്, അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. ആ ഡോക്ടറിന് ചിലപ്പോൾ സ്ട്രോക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കും, അത് ഡയഗ്നോസ് ചെയ്യാൻ ആ ഡോക്ടറിന് പറ്റും. പക്ഷേ അതിൻ്റെ തുടർ ചികിത്സ ചെയ്യാൻ നമ്മൾ പിന്നെയും വേറൊരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അതെ, അദ്ദേഹത്തിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, ഇവിടെ പോകണമെന്ന് പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഉള്ളിടത്ത് തന്നെ പോകണം. അവിടെയാണ് നമ്മൾ ഈ ടൈം ഇസ് ബ്രെയിൻ അല്ലെങ്കിൽ ഗോൾഡൻ അവേഴ്സ് ഓഫ് സ്ട്രോക്ക് എന്നുള്ളതിനെ പറ്റി പറയുന്നത്. കാരണം ഒരു തവണ നമുക്കൊരു സ്ട്രോക്ക് വരുമ്പോൾ 1 മിനിറ്റിൽ ഏകദേശം 20 ദശലക്ഷം ന്യൂറോണുകളാണ് നശിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ തോതെന്ന് പറയുന്നത്. ഇത് പഠനങ്ങൾ വഴി നമ്മൾ 1995 മുന്നിലുള്ള ലിറ്ററേച്ചറിൽ പോലും ഇത് പ്രൂവണാണ്. അപ്പോൾ ഏകദേശം 1.9 ബില്യൺ ന്യൂറോൺസാണ് 1 മിനിറ്റിൽ ലോസ് ആവുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു 1 അവർ ഡിലേ ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഏകദേശം 36 ഇയേഴ്സാണ് ഏജ്ഡ് ആകുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പാക്റ്റ്. അത് പക്ഷേ ഒരു പൊതുസമൂഹത്തിന് അത് മനസ്സിലാവത്തില്ല. കാരണം എന്താണ്, അവർ വിചാരിക്കും ശരി കുറച്ച് നേരം സിംറ്റം വന്നു, 5 മിനിറ്റ് കഴിഞ്ഞ് മാറി, അതിപ്പോൾ ശരിയായല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷേ നമ്മളത് നിർത്തരുത്, അതൊരു പിന്നീടൊരു സ്ട്രോക്കിൻ്റെ തുടർച്ചയായിരിക്കും. അതിനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ TIA എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റം കണ്ടാൽ എവറി മിനിറ്റ് കൗണ്ട്സ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കൊരു കോമൺ മാൻ അറിയുന്നത് ഗോൾഡൻ അവർ ഉണ്ട്, അത് 1 മണിക്കൂർ എന്ന് കരുതുന്നവരുണ്ട്, 4 മണിക്കൂർ എന്ന് പറയുന്നവരുണ്ട്. ആ വിൻഡോ എത്ര ഓപ്പൺ ആണ്? ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 4.5 അവേഴ്സ് വരെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഷ്യൻറ്റിന് എന്ത് തരത്തിലുള്ള സ്ട്രോക്ക് എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിതെല്ലാം സംസാരിക്കുന്നത്. ഒരു പേഷ്യൻറ്റിന് ഇസ്കീമിക് സ്ട്രോക്കാണ് എന്ന് ധരിക്കുക, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിലേക്കുള്ള ഒരു രക്തക്കുഴലിന് അടപ്പ് വന്ന് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നശിച്ചു പോകുന്നത് വഴി സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇസ്കീമിക് സ്ട്രോക്കിനാണ് നമ്മൾ ഇപ്പോൾ സാധാരണയായി പറയാറുള്ള ത്രോംബോലൈസിസ് ചികിത്സ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നൊരു രോഗിക്ക് നമ്മൾ രക്തക്കട്ട അലിഞ്ഞു പോകാനുള്ള മരുന്ന് കൊടുക്കുന്നില്ലേ, അതേ കാര്യം തന്നെയാണ് നമ്മൾ സ്ട്രോക്കിലും ചെയ്യുന്നത്. രക്തക്കുഴലിന് മാറ്റമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറൊരു അതേ ഇതിലുള്ള മരുന്ന് തന്നെ, പക്ഷേ വേറെ തരത്തിലാണ് ആ മരുന്ന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ മരുന്ന് കൊടുക്കാനുള്ള ടൈം പീരീഡ് ഇപ്പോൾ നമ്മുടെ സ്റ്റഡീസിലെല്ലാം 4.5 അവേഴ്സ് വരെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ 4.5 മണിക്കൂറിന് ഉള്ളിൽ എത്തിയാൽ മതി എന്നുള്ളതല്ല, ഞാൻ എത്രയും പെട്ടെന്ന് എത്തണം. എനിക്ക് ആ മരുന്നിൻ്റെ ഗുണം കിട്ടാനുള്ള സാധ്യത 4.5 മണിക്കൂറിനുള്ളിലാണ്. അതിനപ്പുറം അതിൻ്റെ സേഫ്റ്റി മാർജിൻ ഇല്ല. അതിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് 4.5 അവേഴ്സ് വരെയാണ് അതിന് മാക്സിമം ബെനിഫിറ്റ്. അതിൽ തന്നെ നമ്മൾ 3 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. ഓക്കെ, നമ്മളൊരാൾക്ക് ഉദാഹരണം നമ്മൾ കണക്കുകൾ വഴി പറയാറുള്ളത് നമ്പർ നീഡഡ് ടു ട്രീറ്റ് എന്നൊരു നമ്പർ പറയാറുണ്ട്. അതായത് നമ്മൾ എത്ര പേർക്ക് ഈ മരുന്ന് കൊടുത്താൽ ഒരു മരുന്ന് ഒരു ഗുണം ചെയ്യും എന്നുള്ളത്. അപ്പം ഇപ്പോൾ എനിക്ക് സ്ട്രോക്ക് വന്നാൽ ഞാൻ 33 തവണ പറയും എനിക്ക് ആ മരുന്ന് തരണം എന്ന്, ഒരു തവണയും ഞാൻ നോ പറയുള്ളൂ. ബിക്കോസ് 1 in 3 of a person will have complete recovery എന്നാണ് പറയുന്നത്.
അപ്പോൾ ത്രോംബോലൈസിസ് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ 1/3 പഴയതുപോലെ ആകാൻ സാധിക്കും. കംപ്ലീറ്റ് റിക്കവറിയാണ്. അപ്പോൾ 3 ഹവേഴ്സാണ് മാക്സിമം ബെനിഫിറ്റ്. പക്ഷേ 4.5 ഹവേഴ്സ് വരെയാണ് ഇപ്പോഴത്തെ നമ്മുടെ എക്സ്റ്റൻഷൻ. 4.5 ഹവേഴ്സ് വരെ ഈ മരുന്ന് കൊടുത്താൽ ഗുണമാണ്. നമുക്ക് ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ള ചില സ്ട്രോക്കുകളുണ്ട്. അതായത് ഉണരുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്ട്രോക്ക് കണ്ടുപിടിക്കുന്ന വേക്കപ്പ് സ്ട്രോക്ക് എന്ന് പറയും. അങ്ങനത്തെ അതിലെല്ലാം നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് വിൻഡോ ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മളൊരു സ്കാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനിക്കാറുള്ളൂ. ഡോക്ടർ, ഒരു കോമൺ മാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ. ഞങ്ങളിങ്ങനെ പറയാറുള്ളത് സ്ട്രോക്ക് വന്ന് വേഗം ഹോസ്പിറ്റലിലെത്തി ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ രക്ഷപ്പെട്ടു എന്നാണ്. ഡോക്ടർ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് തന്നെയല്ലേ ആ ഇഞ്ചക്ഷൻ എന്ന് സാധാരണക്കാർ പറയുന്നത്? അത് തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ്. IV ത്രോംബോലൈസിസ് എന്ന് പറയുന്നതാണ് ആ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ പൊതുവേ കൊടുക്കുന്നത് ആൽറ്റിപ്ലേസ്, ടെനക്റ്റിപ്ലേസ് മുതലായ മരുന്നുകളാണ്. അത് ആൽറ്റിപ്ലേസ് എന്നുള്ള മരുന്ന് നമുക്ക് 1 മണിക്കൂർ ഇൻഫ്യൂഷനിലാണ് കൊടുക്കുന്നത്. ടെനക്റ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു ബോളസ് ഒറ്റത്തവണ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. പക്ഷേ നമ്മൾ ആ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് തീരുമാനിക്കുന്നുള്ളൂ. കാരണം ഇതിൽ ഏത് ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്. ഒരാൾക്ക് നെഞ്ചുവേദന വരുമ്പോൾ ECG എടുക്കാൻ എത്ര വേഗത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമോ അതേ വേഗതയിൽ നമ്മളൊരു സ്കാൻ എടുക്കാനും സ്ട്രോക്കിൻ്റെ സിംറ്റം കാണുമ്പോൾ പോകണം. കാരണം സ്കാൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലാതെ നമുക്ക് ഈ മരുന്ന് കൊടുക്കുന്ന കാര്യം തീരുമാനിക്കാനേ പറ്റുകയില്ല. ആ ഡിലേ വരാതിരിക്കാനാണ് നമ്മൾ അടുത്തുള്ള ക്ലിനിക്കുകളിൽ പോകരുതെന്നും ഇമേജിംഗ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അതായത് കാഷ്വാലിറ്റി സർവീസ് ഉള്ള 24/7 കാഷ്വാലിറ്റി സർവീസസ് ഉള്ള ഇമേജിംഗ് ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ വേണം നമ്മൾ ആദ്യം പോകാനായിട്ട്. ഡോക്ടർ, നമ്മളിപ്പോൾ സ്ട്രോക്ക് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങളെ പറ്റിയും പറഞ്ഞു. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കാം. അതായത് കാലം ഒരുപാട് മുന്നോട്ട് വന്നു. അപ്പോൾ എന്താണ് ഏറ്റവും നൂതനമായി സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റിലുള്ള സാധ്യതകളെന്ന് പറയാമോ? നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നൊന്ന് ചുരുക്കത്തിൽ നോക്കാം. ഇപ്പം നമ്മൾ ഈ IV ത്രോംബോലൈസിസ്, നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റുകളും ഈ ഒരുപാട് നൂതനമായിട്ടുള്ളതെല്ലാം കൂടുതലും വന്നിരിക്കുന്നത് ഇസ്കീമിക് സ്ട്രോക്കുകളിലാണ്. കാരണം നമുക്ക് ആ രക്തക്കട്ട അലിയിച്ച് കളയാൻ പറ്റുന്നതിൻ്റെ വേഗതയും അത് എത്രമാത്രം അലിഞ്ഞു പോകുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും പേഷ്യൻറ്റിന് എത്രമാത്രം സിംറ്റം ബാക്കി കാണുന്നു എന്നുള്ളത്, ഡിസബിലിറ്റി എത്ര ബാക്കി കാണുന്നു എന്നുള്ളത്. ഒരു സ്ട്രോക്ക് വന്നാൽ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണോ കേട് വരുന്നത്, ഏത് ഭാഗത്താണോ ഡാമേജ് ഉള്ളത്, അതിൻ്റെ സിംറ്റംസ് ആ പേഷ്യൻറ്റിന് ഉണ്ടാകും. നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഇനി ആ സ്ട്രോക്ക് വലുതാകാതിരിക്കാനും കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനുമാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇടത്തെ കൈയും കാലിനും ബലക്കുറവ് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വന്നാൽ മരുന്നെടുത്ത ഉടനെ എൻ്റെ ഇടത്തെ കൈയും കാലിൻ്റെയും ബലക്കുറവ് മാറില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല. നമുക്ക് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തത് അലിയിച്ച് കളഞ്ഞാൽ ആ നശിച്ചു പോയ ഭാഗത്തിന് ചുറ്റുമുള്ള ഭാഗം നമ്മൾ സേവ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ. കാരണം ഇപ്പോൾ ഉണ്ടായ ഡാമേജ് നമുക്ക് പതുക്കെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും കൊണ്ടും എക്സ്റ്റെൻഡ് ആവാതെ നോക്കി കൂടെയുള്ള, അതായത് തലച്ചോറിന് ചുറ്റുമുള്ള ആ ഭാഗം, അവിടെ കുറച്ച് രക്തയോട്ടം കുറവായിരിക്കുമല്ലോ, ആ രക്തയോട്ടം പുനഃസ്ഥാപിച്ച് ആ ഏരിയാസിനെ സേവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതൊരു മിഥ്യാധാരണയാണ്, ആ മരുന്ന് കൊടുത്താൽ ഉടനെ ശരിയാകും എന്നുള്ളത്. അങ്ങനെയല്ല. മരുന്ന് കൊടുക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാനാണ്. രണ്ടാമത്തേതായിട്ട് ആ മരുന്ന് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്കിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തലച്ചോറിൽ ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഇസ്കീമിക് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്കാനിന് അത്രയും. എല്ലാ സ്ട്രോക്കിനും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല. പിന്നെയുള്ളത് നമ്മൾ ഈ IV ത്രോംബോലൈസിസ് എന്ന് പറയുന്നത് ഏകദേശം 1995 മുതൽ ലോകത്ത് കൊടുത്തു തുടങ്ങുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ളതും ഒരു തരത്തിലും നമ്മൾ ആർക്കും ഡിനേ ചെയ്യാൻ പാടില്ലാത്തതുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. അതിനൊരുപാട് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും മിക്കപ്പോഴും പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു രക്തം അലിഞ്ഞു പോകുന്ന ഒരു മരുന്നിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? ബ്ലീഡിംഗ് ആണ്. സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരുന്ന് കൊടുക്കുമ്പോഴുള്ള അതേ റിസ്ക് തന്നെയാണ് ഇതിനും ഉള്ളത്. പക്ഷേ എന്താണ് പ്രശ്നം? ഹാർട്ട് ചെറുതാണ്, തലച്ചോറ് വലുതാണ്. അപ്പോൾ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടായാലുള്ള ക്ഷതവും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. പക്ഷേ ബ്ലീഡിംഗ് റിസ്ക് എന്ന് പറയുന്നത് ഒരു 2 to 3% മാത്രമാണ്. അപ്പം ഞാൻ 100 പേർക്ക് ആ മരുന്ന് കൊടുത്താൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ആകെ 2 പേർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ 3-ൽ ഒരാൾ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരിക്കലും ത്രോംബോലൈസിസിനോട് നോ പറയാൻ പാടില്ല. ഡോക്ടർ അത്രയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്ലീഡിങ് റിസ്കിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ അത് നോ പറയാൻ പാടില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ട്രോക്കുകളും ഒരുപോലെയല്ല. ഇസ്കീമിക് സ്ട്രോക്കിൽ തന്നെ മൈനർ സ്ട്രോക്സും ഉണ്ട്, മേജർ സ്ട്രോക്സും ഉണ്ട്. ഏതെങ്കിലും ഒരു രക്തക്കുഴൽ എവിടെയോ അടയുന്നത് കൊണ്ട് തന്നെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അതൊരു വലിയ രക്തധമനിയാണെങ്കിൽ, അതായത് നമ്മുടെ കഴുത്തിലെ പ്രധാന രക്തക്കുഴലോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ 2 ഹെമിസ്ഫിയേഴ്സിനെ സപ്ലൈ
ചെയ്യുന്ന മെയിൻ ബ്ലഡ് വെസൽസ് ഉണ്ട്. മിഡിൽ സെറിബ്രൽ ആർട്ടറി എന്ന് പറയും, ബേസിലർ ആർട്ടറി എന്ന് പറയും, വെർട്ടിബ്രൽ ആർട്ടറി എന്നൊക്കെ പറയും. അതുപോലെ പ്രധാന രക്തക്കുഴലിൽ വലിയ ക്ലോട്ടായിരിക്കും അടപ്പുണ്ടാക്കുന്നത്. ആ വലിയ രക്തക്കുഴലിലെ അടപ്പ് മാറ്റാൻ ചിലപ്പോൾ ഈ IV ത്രോംബോലൈസിസിന് പറ്റിയെന്ന് വരില്ല. നമ്മൾ കൊടുക്കുന്ന കാരണം ഈ ക്ലോട്ടിനകത്തൂടെ പാസ് ചെയ്ത് വേണമല്ലോ ഇത് അലിഞ്ഞു പോകാനായിട്ട്. അപ്പം നമ്മൾ പറയുന്നത് ഏകദേശം ഇപ്പോൾ ഒരു 100 പേരെ എടുക്കുവാണെങ്കിൽ ഒരു 20 to 30% ആൾക്കാർക്ക് വലിയ സ്ട്രോക്ക് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലാർജ് വെസൽ ഒക്ലൂഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്, വലിയ രക്തധമനി അടഞ്ഞിട്ടുള്ള സ്ട്രോക്കുകൾ. ആ വലിയ രക്തധമനി അടഞ്ഞിട്ടുള്ള സ്ട്രോക്കുകളാണെങ്കിൽ നമ്മൾ IV ത്രോംബോലൈസിസ് കൊടുത്താൽ ഒരു 30 മുതൽ 40% ആളുകൾക്ക് ആ രക്തക്കുഴൽ തുടക്കില്ല. കാരണം അതൊരു വലിയ രക്തക്കട്ടിയാണ്, വലിയ ക്ലോട്ടാണ്. അപ്പോൾ അതിനകത്തൂടെ പെനിട്രേറ്റ് ചെയ്ത് പോയി ഈ മരുന്നിന് രക്തയോട്ടം പുനഃസ്ഥാപിക്കാനുള്ള കഴിവില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എൻഡോവാസ്കുലർ ത്രോംബെക്ടമി അഥവാ ഈ ക്ലോട്ട് രക്തക്കുഴലിനകത്ത് എടുത്തു കളയുന്ന ചികിത്സ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് ഏകദേശം 24 hours-ആണ്. അതുകൊണ്ട് നമുക്ക് ഈ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ലക്ഷണം കണ്ടാൽ എത്ര ചെറുതാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഒരു സ്കാൻ ചെയ്ത് രക്തക്കുഴലിന് അടപ്പുണ്ടോ എന്നൊരു ഉറപ്പ് വരുത്തുന്നത് വരെ നമുക്ക് പറയാൻ പറ്റില്ല ഇനി അദ്ദേഹം മോശമാകുമോ, അദ്ദേഹത്തിന് പുതിയ സിംറ്റംസ് വരുമോ എന്നുള്ളത്. ഓക്കെ, എൻഡോവാസ്കുലർ ത്രോംബെക്ടമിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിൻഡോ ഇപ്പോൾ നമുക്ക് 24 hours-ആണ്. അതൊക്കെ നമുക്ക് വന്നിട്ടൊരു 10 കൊല്ലമേ ആയിട്ടുള്ളൂ. 2015 മുതലാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി ട്രീറ്റ്മെൻറ്റിൻ്റെ പോസിറ്റീവ് റിസൾട്ട്സൊക്കെ ട്രയൽസിൽ വരാൻ തുടങ്ങിയത്. ഒരു 2008-10 ആ കാലഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ പല എക്സ്പെരിമെൻ്റൽ ട്രയൽസും ലോകത്ത് പലയിടത്തും നടന്നിരുന്നെങ്കിലും ട്രയൽസ് എല്ലാം നെഗറ്റീവായിരുന്നു. ഓക്കെ, 2015 സമയത്താണ് ഒരു 7 ട്രയൽസോളം ഒരുമിച്ച് അതിൻ്റെ റിസൾട്ട്സ് വരികയും മെക്കാനിക്കൽ ത്രോംബെക്ടമി ചെയ്താൽ പേഷ്യൻ്റ് നല്ലതാണ് എന്ന് പറയുന്നത്. അവിടെയും ഈ 1:3 എന്നുള്ള ഒരു റേഷ്യോ തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു കത്തീറ്ററോ അല്ലെങ്കിൽ ഒരു ആസ്പിറേഷനോ, ഒരു കത്തീറ്റർ ഉപയോഗിച്ച് രക്തക്കുഴലിനകത്തുള്ള ആ കട്ട നമ്മൾ വലിച്ചെടുക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് റിട്രീവർ എന്നുള്ളൊരു പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് ഒരു കത്തീറ്റർ ഉപയോഗിച്ച് നമ്മളത് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തക്കുഴലിനകത്തുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും ബാക്കി ഏരിയാസ് ഡാമേജ് വരാതെ നോക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ അറിയേണ്ടത് നമുക്കുണ്ടായ ഇനീഷ്യൽ ഡാമേജ് ഒന്നും റിവേർട്ട് ചെയ്യുന്നില്ല ഈ ട്രീറ്റ്മെൻറ്റുകൾ. ഒരു പരിധി വരെ ഇമ്പ്രൂവ്മെൻറ്റ് വരും, പക്ഷേ പേഷ്യൻറ്റിന് ഡാമേജ് ഉണ്ടാകും. അത് ഒരുപാട് ഇരട്ടി കൂടാതിരിക്കാനും ഡാമേജ് ഒരു പരിധിക്കപ്പുറം പോയാൽ മരണം വരെ സംഭവിക്കാം. മാലിഗ്നൻറ്റ് സ്ട്രോക്കുകളെന്ന് പറയും അതിന്. ഏകദേശം മുമ്പത്തെ ഈ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നതിന് മുന്നേ ഈ വലിയ രക്തക്കുഴൽ അടപ്പിൻ്റെ സ്ട്രോക്കുകൾക്ക് 50% മോർട്ടാലിറ്റി റേറ്റ്. അതിപ്പോൾ ഏകദേശം 10-20-30% താഴെയാണ്. അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ EVT ട്രീറ്റ്മെൻറ്റ് വന്നതിന് ശേഷമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിൽ പറയുന്ന പോലെ കാൽസ്യം, കൊളസ്ട്രോൾ ബ്ലോക്കുകൾ തന്നെയാണ്. അതെ നമ്മൾ പറയുന്ന ക്ലോട്ടുകൾ പ്രധാനമായിട്ടും സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് 2 തരത്തിലുള്ള ത്രോംബസ് ആണെന്നാണ് പറയുന്നത്. റെഡ് ത്രോംബസ് ആൻഡ് വൈറ്റ് ത്രോംബസ് എന്ന് പറയും. അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ആൾക്ക് എന്ത് അസുഖം, അണ്ടർലൈങ് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ ക്ലോട്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ കൂടുതലുള്ളത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന മിക്കപ്പോഴും കൊഴുപ്പ് അടഞ്ഞ സ്ട്രോക്കുകൾ തന്നെ, രക്തക്കട്ടികൾ തന്നെയാണ്. ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോൾ, അതായത് വാൽവുലാർ ഹാർട്ട് ഡിസീസ്, ചിലർക്ക് വാൽവിന് തകരാറുണ്ടായി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ, പമ്പിങ് നേരെയല്ലാതാകുമ്പോൾ, ഹൃദയത്തുടിപ്പിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ വേറൊരു ഘടനയിലുള്ള ത്രോംബസ് ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. പക്ഷേ അത് എന്ത് തരത്തിലുള്ള ത്രോംബസ് ആണെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്ന് തന്നെയാണ്, നമ്മളത് എടുത്തു കളയുന്നു എന്നുള്ളതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഡോക്ടർ ഇത്ര സമയം പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയൊരു സംശയം, നമ്മൾ ബ്ലോക്കുകൾ തുറക്കുന്നതിനെ പറ്റി സംസാരിച്ചു, പക്ഷേ ബ്ലീഡിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, എന്താണ്? ഇപ്പോൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, രക്തക്കുഴൽ പൊട്ടി തലച്ചോറിനകത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയാണ്. ഹെമറാജിക് സ്ട്രോക്കുകൾക്ക് മോർട്ടാലിറ്റി കൂടുതലാണ്. നമ്മൾ ഇസ്കീമിക് സ്ട്രോക്കുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരണപ്പെട്ടു പോകാനും ജീവന് ഹാനി ഉണ്ടാക്കുന്ന സ്ട്രോക്കുകളാണ് ഹെമറാജിക് സ്ട്രോക്കുകൾ. ഇസ്കീമിക് സ്ട്രോക്കുകൾക്ക് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, പക്ഷേ രോഗാതുരത കൂടുതലാണ്. അപ്പോൾ ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ഏകദേശം 90% റീസൺ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് ഒരു പേഷ്യൻറ്റിന് ഹെമറാജിക് സ്ട്രോക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ BP കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം BP കുറച്ച് കഴിഞ്ഞാൽ ഈ ഹെമറ്റോമ അഥവാ ബ്ലഡ് ക്ലോട്ടായിരിക്കും, ആ രക്തക്കട്ടി വലുതാകാതിരിക്കാൻ പറ്റും. വലുതായാൽ എന്ത് പറ്റും? ഡാമേജ് കൂടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ നമുക്ക് രക്തം പൊട്ടി രക്തം ഇങ്ങനെ തലച്ചോറിനകത്ത് ഇങ്ങനെ കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ BP അതിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് കുറയും. അതായത് ഹെമറ്റോമ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കുറയും. അതുവഴി പേഷ്യൻറ്റിന് ഒന്ന് ഡാമേജ് കുറയും, 2 മരണപ്പെട്ടു പോകാനുള്ള റിസ്ക് കുറവാണ്. കാരണം ഒരു വലിയ ബ്ലീഡിങ് പോലെ അല്ലല്ലോ ചെറിയ ബ്ലീഡിങ് പതിയെ കാലക്രമേണ പതുക്കെ അലിഞ്ഞു പോകും. പക്ഷേ എല്ലാ ബ്ലീഡിങ്ങുകളും അങ്ങനെയല്ല. ഒരുപാട് വലിയ ബ്ലീഡിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂറോ സർജൻ്റെ സഹായത്തോടു കൂടി ഓപ്പറേഷൻ ചെയ്ത് അത് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അതിനും ഒരുപാട് പുതിയ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ മിക്കപ്പോഴും ഒരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അന്യൂറിസം, അതായത് രക്തക്കുഴലിൽ ബലൂൺ പോലെ വീർത്തിട്ട് അത് പൊട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അത് യൂഷ്വലി ഒരു യങ് പേഷ്യൻറ്റിന്, അതായത് 40 വയസ്സ് 45 വയസ്സായിട്ടുള്ള പുരുഷന്മാരിലാണ് പൊതുവെ കാണുന്നത്. അങ്ങനെയുള്ളവരിൽ നമുക്ക് ആ അന്യൂറിസത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ക്ലിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കരിച്ച് കളയുക, അല്ലെങ്കിൽ കോയിൽ ചെയ്യുക, അതുപോലത്തെ ചികിത്സ ചെയ്ത് കഴിയുവാണെന്നുണ്ടെങ്കിൽ ഫർദർ ബ്ലീഡിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പിയും ബാക്കി ട്രീറ്റ്മെൻറ്റുകളും റിസ്ക് ഫാക്ടർ കൺട്രോളും എല്ലാം രണ്ടിനും ഒരുപോലെ തന്നെയാണ്. ഡോക്ടർ, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്തെത്തി ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഓക്കെ ആയി എങ്കിൽ ഈ സ്ട്രോക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? സ്ട്രോക്ക് വരാത്ത ഒരാളെക്കാട്ടിലും തീർച്ചയായിട്ടും സ്ട്രോക്ക് വന്ന ഒരാൾക്ക് രണ്ടാമത് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഉണ്ട്. അത് ഒന്ന്, അവർക്ക് വന്നത് തന്നെ ഒരു റിസ്ക്കാണ്. 2, പ്രായം കൂടുന്തോറും ഏജ് ഒരു റിസ്ക്കാണ്. പിന്നെ അതിനുശേഷമുള്ള രണ്ടാമത് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് എല്ലാം ഒരു 90% വരെയും നമ്മൾ മരുന്ന് എങ്ങനെ കഴിക്കുന്നു, നമ്മൾ മരുന്ന് എങ്ങനെ പാലിക്കുന്നു, ഹൗ കംപ്ലൈൻറ്റ് യു ആർ ടു ദ ഡ്രഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മിക്കപ്പോഴും കാണുന്ന ഒരു കാര്യം, ഇപ്പം ചെറിയ സ്ട്രോക്ക് വല്ലതും ആണെങ്കിൽ മിക്കപ്പോഴും ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ പേഷ്യൻ്റ് റിക്കവർ ചെയ്യും. അതിനുശേഷം അവർ മരുന്ന് കഴിക്കും. ആദ്യത്തെ ഒരു 2-3 മാസം നന്നായി ഫോളോ അപ്പിന് വരും, BP ഒക്കെ നോക്കും, പ്രഷറിൻ്റെ ഗുളികയും ഷുഗറിൻ്റെ ഗുളികയും ഒക്കെ കഴിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും, എന്തിനാണ് ഇത് കഴിക്കുന്നത്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. BP-യുടെ മരുന്നും ഷുഗറിൻ്റെ മരുന്നും മാത്രം കഴിക്കുന്നവരുണ്ടാവും. നമ്മൾ ഈ ഇസ്കീമിക് സ്ട്രോക്കുകൾക്ക് പ്രിവെൻഷനായിട്ട് കൊടുക്കുന്ന മരുന്നാണ് എക്കോസ്പിരിൻ. അത് ഒരു പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ്. കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ കഴിക്കുന്നതും എക്കോസ്പിരിനാണ്. ക്ലോപ്പിലെറ്റ് മുതലായ മരുന്നുകളെല്ലാം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നാണ്. നമ്മളൊരു സ്ട്രോക്ക് വരുന്ന രോഗിക്ക് എക്കോസ്പിരിൻ കൊടുക്കുന്നത് ആൾക്ക് ഇനി സ്ട്രോക്ക് വരാതിരിക്കാനാണ്. വന്ന സ്ട്രോക്കിൻ്റെ അക്യൂട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പിന്നൊരു സ്ട്രോക്ക് വരാതിരിക്കാൻ അദ്ദേഹം എക്കോസ്പിരിൻ കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു തവണ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ എക്കോസ്പിരിൻ കഴിക്കണം. എക്കോസ്പിരിൻ കഴിക്കുമ്പോൾ മാത്രമേ നമുക്കതിനുള്ള പ്രൊട്ടക്ഷനുള്ളൂ. നമ്മൾ നിർത്തിയോ നമുക്ക് പിന്നെയും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഉണ്ട്. ഒരു 80-90% വരെയും എക്കോസ്പിരിൻ ഗുളിക കൃത്യമായി കഴിക്കുന്നവരിൽ രണ്ടാമത് സ്ട്രോക്ക് വരാറില്ല. അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കണം. കാരണം രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞതുകൊണ്ടാണല്ലോ രക്തക്കുഴൽ അടഞ്ഞത്. അപ്പോൾ ആ കൊഴുപ്പടയാനുള്ള സാഹചര്യം നമ്മൾ ഇനിയും ഉണ്ടാക്കിയാൽ ആ അടപ്പ് കൂടത്തേ ഉള്ളൂ, വേറെ രക്തക്കുഴലിലും അടപ്പ് വരും. അപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യണം, BP കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം, കൃത്യമായ വ്യായാമം വേണം, ഭക്ഷണം പാലിക്കണം, ജീവിതശൈലി നമ്മൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു 80-90% ഫർദർ റിസ്ക് ഓഫ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം എന്തുകൊണ്ട് ആദ്യം സ്ട്രോക്ക് വന്നു എന്നുള്ളതിൻ്റെ കാരണത്തിനനുസരിച്ചിരിക്കും. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ ഈ പറയുന്ന കാരണങ്ങളാണ് സ്ട്രോക്കിൻ്റെ മേജർ കോസസ് എങ്കിലും ഇപ്പോൾ ഒരുപാട് ചെറിയ യങ് ഏജുള്ളവർക്കും സ്ട്രോക്ക് വരുന്നുണ്ടല്ലോ. അതെല്ലാം BPയും ഹൈപ്പർ ടെൻഷനും കൊണ്ട് മാത്രമല്ല, ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടുള്ളവരുണ്ട്, ജനിതകമായിട്ട് വരുന്ന പ്രശ്നമുണ്ട്, രക്തത്തിൻ്റെ ദൂഷ്യം കൊണ്ട് വരുന്നതുണ്ട്. അതായത് ഇപ്പോൾ ചില ആൻറ്റിബോഡി അസുഖങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, ഈ APLA പോലുള്ള ആൻറ്റിബോഡി കൂടുന്നത് കാരണമുള്ള സ്ട്രോക്ക് വരുന്നവരുണ്ട്. അതെല്ലാം അതിൻ്റെ മരുന്നും പാലിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കറക്റ്റായി എടുത്താലേ രണ്ടാമത് സ്ട്രോക്ക് വരാതിരിക്കത്തുള്ളൂ. ഡോക്ടർ, അപ്പോൾ ഒരിക്കൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാവും, എൻ്റെ ജീവിതം ലിമിറ്റ് ചെയ്ത് പോവോ, എൻ്റെ ആക്ടിവിറ്റീസൊക്കെ ലിമിറ്റ് ചെയ്ത് പോവോ, ഞാൻ വല്ലാണ്ട് അങ്ങ് ഒതുങ്ങി പോവോ എന്നൊക്കെ സംശയം തോന്നുന്നവരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് വന്ന സ്ട്രോക്കിൽ നിന്ന് നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വിൽ പവർ ഒരു വളരെ പ്രധാനപ്പെട്ട റോളാണ്. കാരണം പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ഒരു കൈയും കാലും തളർന്നു പോകുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന്, നമുക്ക് ചലനം നഷ്ടപ്പെടുക, നമുക്ക് മൊബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കാരണം വളരെ മാനസിക പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്ട്രോക്കും ഒരുപോലല്ല. മൈനർ സ്ട്രോക്കുകളൊക്കെ മിക്കപ്പോഴും 3 മാസം കൊണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാറുണ്ട്. മൈനർ സ്ട്രോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 വീക്സ് വരെയൊക്കെ വലിയ ഹെവി വർക്കൊന്നും ചെയ്യണ്ട എന്ന് പറയാറുള്ളൂ. ബിക്കോസ് അതിനുശേഷം അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അവർക്ക് ചെയ്യാം.
ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആദ്യം സ്ട്രോക്ക് വന്നപ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഉദാഹരണം, ഒരു ഡ്രൈവറാണ്, അയാൾക്ക് സ്ട്രോക്ക് വന്നു, പക്ഷേ കൈയും കാലിനും ബലക്കുറവില്ല, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതൊരു സിവിയർ ലിമിറ്റേഷനാണ്. അപ്പോൾ അവിടെ വർക്ക് ലിമിറ്റേഷൻ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇതേ ആൾക്ക് തന്നെ കൈയും കാലിനും മാത്രമേ ബലക്കുറവുണ്ടെങ്കിൽ അയാൾക്ക് ഇരുന്നുള്ള എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു സിവിയർ സ്ട്രോക്ക് വന്ന ആൾക്ക് മൊബിലിറ്റി നല്ല റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ, ഇപ്പം നല്ല കൈകാലിന് ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവേ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പഴയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇൻറ്റൻസീവായിട്ടുള്ള, അവർ ടോളറേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പൊതുജന അവയർനെസ് ആയിട്ട് ചോദിച്ചോട്ടെ, ഒരു ചെറിയ പ്രായത്തിൽ സ്ട്രോക്ക് വന്നുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു യൗവനാവസ്ഥയിൽ സ്ട്രോക്ക് വന്നുവന്നിരിക്കട്ടെ, ആൾ റിക്കവറായി എങ്കിൽ ആൾക്ക് സംശയങ്ങളുണ്ടാവും. എനിക്ക് ജിമ്മിൽ പോകാമോ, എനിക്ക് ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാമോ, അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനെന്താണ് ഉത്തരം? അതിൻ്റെ എല്ലാം ഉത്തരം ആദ്യത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് സ്ട്രോക്ക് വന്നത് എന്നുള്ളത്, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്ട്രോക്കായിരുന്നു. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ, ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഷിഫ്റ്റാണ്. 60 വയസ്സിന് മേലെയൊന്നും അല്ല, 30 വയസ്സ് 25 വയസ്സുള്ളവർക്ക് പോലും ഷുഗറും പ്രഷറുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, നമുക്കൊരു 60 വയസ്സിന് മേലെ വരുന്ന അസുഖങ്ങളൊക്കെ ഇപ്പോൾ വളരെ ഏർലിയറായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ട് സ്ട്രോക്ക് വന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് പിന്നെയുള്ള ലിമിറ്റേഷൻ പറയുന്നത്. ഇപ്പം എനിക്കിപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, എനിക്ക് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ എൻ്റെ ജീവിതശൈലി നിയന്ത്രിച്ചുകൊണ്ട് എനിക്ക് ജിമ്മിലുമൊക്കെ പോകാം. എനിക്ക് എത്ര ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. എനിക്ക് ബലക്കുറവ് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായും എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകാം. പക്ഷേ എനിക്കൊരു ഹെമറാജിക് സ്ട്രോക്കാണ് വന്നതെന്ന് വിചാരിക്കുക, എനിക്ക് BP കൂടിയിട്ടുള്ള സ്ട്രോക്കാണ് വന്നതെങ്കിൽ ആൾക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ലിമിറ്റേഷനുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഓരോ തവണ ഹെവി എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ BP കൂടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു മോണിറ്ററിങ് വേണം. അപ്പോൾ എന്ത് കാരണം കൊണ്ട് സ്ട്രോക്ക് വന്നുവെന്നും ആദ്യത്തെ തവണ സ്ട്രോക്ക് വന്നപ്പോൾ അതിൽ എന്ത് വികലതയാണ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നുള്ളതിനും അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് ഏതൊക്കെ ആക്ടിവിറ്റി ലിമിറ്റേഷൻ വരാമെന്ന്. പൊതുവേ ഒരു മൈനർ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് നമ്മളൊരു 2-3 വീക്സിന് ശേഷം ഒരു റെസ്ട്രിക്ഷനും പറയാറില്ല, അൺലെസ് ആൾക്ക് ഹാർട്ടിന് പ്രശ്നമൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ. സ്ട്രോക്ക് കാരണം ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമ്മൾ പറയാറില്ല, കഴിവും ചെയ്യാനേ പറയത്തുള്ളൂ, ലിമിറ്റേഷനൊന്നും നമ്മൾ പറയാറില്ല. പക്ഷേ അത് ആളുടെ ഡെഫിസിറ്റ് എത്രയുണ്ടെന്നും കോമോബിഡി ആയിട്ട് വേറെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ളതിനും കൂടെ അനുസൃതമായിട്ടിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്ട്രോക്ക് വന്ന ആൾക്ക് റിക്കവർ ആയാലും ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടെന്ന്. അതുമായിട്ട് ബന്ധമുണ്ടോ, എന്താണ്? അതെ, അത് വളരെ കറക്റ്റായിട്ടൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രോക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നൊരു രോഗി ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അതൊരു ലോങ് ട്രീറ്റ്മെൻറ്റാണ്. അക്യൂട്ട് സ്ട്രോക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്ന ആ 5 എണ്ണത്തിൽ ഒരെണ്ണമേ വരുന്നുള്ളൂ. ഓക്കെ, ആ അക്യൂട്ട് സ്ട്രോക്ക് മാനേജ്മെൻറ്റ് ഒരു 24 hours അല്ലെങ്കിൽ 48 hours തീരുമാനമായി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സെക്കൻഡറി സ്ട്രോക്ക് പ്രിവെൻഷനാണ്. എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു, അതായത് വാട്ട് ഈസ് ദ ഈറ്റിയോളജി ഓഫ് സ്ട്രോക്ക്, ഈ പേഷ്യൻറ്റിന് സ്ട്രോക്ക് വരാൻ എന്താണ് കാരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും പ്രായഭേദമന്യേ ആർക്ക് സ്ട്രോക്ക് വന്നാലും നമ്മളൊരു CT എടുത്ത് തലയിൽ സ്കാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അടുത്ത വരും ദിവസങ്ങളിൽ നമ്മളൊരു ഹാർട്ടിൻ്റെ പരിശോധന കംപ്ലീറ്റ് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സ്ട്രോക്കിന് അനുബന്ധമായിട്ട് തന്നെ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം, സൈലൻറ്റ് CAD എന്ന് പറയും. ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള, അതായത് നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ശ്വാസം മുട്ടലോ ഒന്നും വരാത്ത രീതിയിൽ ECG എടുക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. എക്കോ ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. ഈ സ്ട്രെസ്സ് കാരണം ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തിക്കെല്ലാം വീർപ്പം വന്നുവെന്നിരിക്കാം. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ കാർഡിയോളജി കൺസൾട്ടേഷൻ അഥവാ നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് അതിനനുബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒരു എക്കോ പരിശോധനയാണ്. എക്കോ നമ്മളെല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. രണ്ടാമത് ചെയ്യുന്ന ഒരു പരിശോധന ഹൃദയത്തുടിപ്പിന് വ്യത്യാസം വരുന്നുണ്ടോ എന്നറിയാനായിട്ട്. അത് നമ്മൾ സെലക്റ്റഡ് സ്ട്രോക്കുകളിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. നമുക്ക് തുടിപ്പിന് കാരണം നമുക്ക് ആ ഇനിഷ്യൽ സ്കാനും പേഷ്യൻറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിനൊരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നം കാരണം സ്ട്രോക്ക് വന്നതാകാം എന്നൊരു സസ്പിഷൻ നമുക്കുള്ളപ്പോഴാണ്
സമയത്താണ് നമ്മൾ ഈ ഹോൾട്ടർ എന്നുള്ള പരിശോധന ചെയ്യുന്നത്. ഹോൾട്ടർ എന്ന് പറയുന്നത് നമ്മൾ ECG എടുക്കുമ്പോൾ 2-3 സെക്കൻഡുകൾ മാത്രം നമ്മളൊരു നമ്മുടെ ഹാർട്ടിൻ്റെ തുടിപ്പ് നോക്കുന്നതിന് പകരം 24 hours അല്ലെങ്കിൽ 72 hours 7 days എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ തുടിപ്പ് മോണിറ്റർ ചെയ്യും. അതാണ് ഒരു ഹോൾട്ടർ പരിശോധന. ഇതിൽ രണ്ടും ഒന്നുകിൽ സിംഗിളായിട്ടോ കോമ്പിനേഷനായിട്ടോ നമ്മളൊരു സ്ട്രോക്ക് വന്ന രോഗിക്ക് ചെയ്യും. അതറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ CAD കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ്. അതിൻ്റെ റിസ്ക്കും കൂടുതലാണ്. പിന്നെ സ്ട്രോക്ക് മാത്രം വരുന്നതും സ്ട്രോക്കിൻ്റെ കൂടെ ഹാർട്ട് അറ്റാക്ക് വരുന്നതും എന്താ പറയുക, നമ്മൾ 2 അടി കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. കാരണം ആ ഹാർട്ടൊന്ന് ശരിയായി വരാൻ സമയമെടുക്കും. അപ്പോൾ പേഷ്യൻ്റെ ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ, ബാക്കി റിസ്ക് ഫാക്ടർ കൺട്രോൾ എല്ലാം അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഫോളോ അപ്പ് ഉള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഈ 2 സ്റ്റാറ്റസും വെച്ചിട്ടാണ്. മൂന്നാമത് ചെയ്യുന്നത് സ്ട്രോക്ക് വരാൻ എന്താണ് കാരണങ്ങൾ എന്നുള്ള അറിയാനുള്ള ബാക്കി അനുബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും. അത് പ്രായഭേദമന്യേ വ്യത്യാസം വരും. 60 വയസ്സിന് മേലെ അല്ലെങ്കിൽ 50 വയസ്സിന് മേലെ നമ്മൾ പണ്ട് മുതലേ വിചാരിക്കുന്ന സ്ട്രോക്ക് വരാനുള്ള സമയം എന്ന് പറയുന്ന അങ്ങനത്തെ രോഗികളിൽ ഇപ്പോൾ നമുക്കറിയാമായിരിക്കുമല്ലോ, കുറേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കിതിൽ ഫർദർ ഇവാലുവേഷൻ വേണ്ട എന്ന് തോന്നുന്നു, നമ്മൾ ചെയ്യില്ല. പക്ഷേ യങ് ആളുകളിൽ ഇപ്പം 45 എന്ന് പറയുമായിരുന്നു, ഇപ്പോൾ 40 പിന്നെ 45 എന്ന് പറയുന്നുണ്ട്, യങ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഷ്യൻസിനെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെക്കപ്പുകൾ ചെയ്യും, എന്തുകൊണ്ട് സ്ട്രോക്ക് വന്നു എന്നറിയാനുള്ളത്. അതിൽ വരുന്നതാണ് ഈ ഹാർട്ടിൻ്റെ പ്രവർത്തനം, 2 രക്തത്തിന് എന്തെങ്കിലും ദൂഷ്യമുണ്ടോ എന്നറിയാനുള്ള ആൻറ്റിബോഡി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ, ബാക്കി രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ടാക്കുന്ന ചില അസുഖങ്ങളുണ്ട്, ഹീമോഫീലിയ പോലത്തുള്ള ചില രക്തമനുബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്ത് കാരണമാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റീഹാബിലിറ്റേഷനും സ്റ്റാർട്ട് ചെയ്യും വിത്ത് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ. കാരണം സ്ട്രോക്ക് വന്നൊരു രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടാകും, അവർക്ക് മൂത്രം ഒഴിക്കാൻ പ്രയാസം ഉണ്ടാകും, എണീറ്റിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു ഹോളിസ്റ്റിക് കെയറാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം, ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കർ, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ്, കമ്പൈൻഡ് ആയിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഫേസ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നിട്ടൊരു ആ രോഗിക്ക് തിരിച്ച് അവരുടെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്താൽ അവർക്ക് ഗുണമുണ്ടാകും എന്നുള്ളതിനനുസരിച്ചാണ് ബാക്കിയുള്ളത് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും വരുന്നത്. നമുക്കൊരു സ്ട്രോക്ക് സെൻറ്റർ അഥവാ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ അഡ്മിറ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. ഡോക്ടർ, ഇത് പറഞ്ഞു കേട്ടപ്പോൾ തോന്നിയതാണ്, ഈ കെയർ ഗിവേഴ്സ് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് ഫേസിൽ ഈ കെയർ ഗിവേഴ്സിൻ്റെ മാനസികാവസ്ഥ അതൊക്കെ അടുത്തുനിന്ന് കാണുന്നതാണ് ഡോക്ടർ. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, എങ്ങനെയായിരുന്നു അവർ സെറ്റ് ചെയ്യപ്പെടുന്നത്? അതൊരു നമ്മുടെ സമൂഹത്തിൽ അത് വളരെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് റീഹാബ് സെൻറ്റേഴ്സ് നമുക്കില്ല. പുറത്ത് രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെല്ലാം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ICU കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു റീഹാബ് സെൻറ്ററിലേക്കാണ് വിടുന്നത്. അവരാ നോക്കുന്ന പേഷ്യൻറ്റിനെ. നമുക്കങ്ങനല്ലല്ലോ. നമ്മളാരാ നോക്കുന്നത്? നമ്മുടെ ഫാമിലി തന്നെയാണ് നമ്മളെ നോക്കേണ്ടത്. അതൊരു ഭയങ്കര ബേർഡനാണ്. അപ്പം ആ ഒരു ഇപ്പം ബ്രെഡ് വിന്നർ ആയിരിക്കും, ഈ ഇദ്ദേഹം തന്നെയായിരിക്കും ബ്രെഡ് വിന്നർ. അപ്പോൾ ആളുടെ ജോലി പോകുമ്പോഴത്തേക്കും, ജോലിക്ക് പോകാതാവുമ്പോൾ വീട്ടിൽ അവരുടെ എക്കണോമിക് അവസ്ഥ തന്നെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് തന്നെ വളരെ, കുട്ടികളുടെ പഠനം, ലോണ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് കെയർ ഗിവർ എന്ന് പറയുന്നത്, നമുക്കിവിടെ എല്ലാവർക്കും ഒരു കെയർ ഗിവറിനെ എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെസ്റ്റേൺ പോപ്പുലേഷൻ പോലെ അല്ല നമുക്ക്, പ്രത്യേകിച്ച് നമുക്ക് റീഹാബ് സെൻറ്റേഴ്സും ഇല്ല. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് നമ്മുടെ കെയർ ഗിവേഴ്സ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ആദ്യം മുതൽ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തും. അവർക്ക് ഫിസിയോതെറാപ്പി തുടങ്ങുമ്പോൾ മുതൽ അവരെ തന്നെ എല്ലാം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് ഇപ്പം നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് തന്നെ പേഷ്യൻറ്റിനെ ഒന്ന് എണീപ്പിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കാണുമ്പോൾ ഇപ്പം വൈഫാണ്, അല്ല സണ്ണാണ്, അല്ല മരുമകളാണ്, ആരാണ് നോക്കുന്നത്, അവരോട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറയും നമ്മൾ ആദ്യം മുതൽ തന്നെ. എന്നാലേ അറിയുള്ളൂ ഇപ്പം അച്ഛനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ആർക്കാണ് ഇത്രമാത്രം ബലക്കുറവുണ്ട്, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ കൂടെ നിൽക്കുന്ന ആൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ മോശമാകുന്നതും അവർക്ക് പിക്ക് ചെയ്യാനേ പറ്റില്ല. കാരണം ഭക്ഷണം കൊടുക്കാൻ ആദ്യത്തെ കുറേ ആഴ്ചകളിൽ മിക്കവാറും നമ്മൾ ട്യൂബ് ഇട്ടായിരിക്കും വലിയ സ്ട്രോക്കുകൾക്ക് കൊടുക്കുന്നത്. എല്ലാ സ്ട്രോക്കുകൾക്കും അല്ല, വലിയ സ്ട്രോക്കുകൾക്ക് ട്യൂബ് വഴി കൊടുക്കുമ്പോൾ ട്യൂബ് വഴി എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം പഠിക്കണം, കൂടെയുള്ള ആൾ പഠിക്കണം. ഡയപ്പർ മാറ്റുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം, എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എങ്ങനെ ചരിച്ച് കിടത്തണം, തിരിച്ച് കിടത്തണം എന്നുള്ളത് അറിയണം.
മുറിവ് വരുന്നുണ്ടോ, ബെഡ് സോർ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു വലിയൊരു ഡ്രെയിനിങ് പ്രൊസീജിയറാണത് കൂടെ നിൽക്കുന്ന ആൾക്ക്. അപ്പോൾ നമ്മൾ കെയർ ഗീവർനേഴ്സ് തന്നെ വേറെ പ്രശ്നങ്ങൾ വരാം, അവർക്ക് തന്നെ ഡിപ്രഷനും അവർക്കും ഫിനാൻഷ്യലി കുറേ ഒക്കെ വരാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ റീഹാബ് സെൻറ്റേഴ്സൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കഴിവതും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. കഴിവതും കൂടെ ഫാമിലി എത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ പറ്റും. കാരണം ഒരാൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അത് എന്തായാലും ഡ്രെയിൻഡ് ഔട്ട് ആവും. പ്രത്യേകിച്ച് ഒരു മെയിൽ ആണ് സ്ട്രോക്ക് വന്ന് കിടക്കുന്നതെങ്കിൽ വൈഫിനുണ്ടാകുന്ന ആ ഒരു ബേർഡൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം അവർക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ആണല്ലോ, കുട്ടികളെ നോക്കണം, ഹൗസും നോക്കണം. അപ്പം ഒരു കെയർ ഗീവറിനെ ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഫോളോ അപ്പിന് വരുമ്പോൾ അവരോട് സംസാരിക്കാറും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. കുറച്ചൊക്കെ സോഷ്യൽ സപ്പോർട്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഹെൽത്ത് കെയർ ഗീവേഴ്സ് വോളണ്ടിയേഴ്സായിട്ട് പോകുന്ന ആളുകളുണ്ട്. അവരെ കഴിവതും നമ്മൾ ബന്ധിപ്പിച്ച് കൊടുക്കാറുണ്ട്. പറ്റുന്നത് നമ്മൾ വീടിനടുത്ത് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉള്ളതാണെങ്കിൽ അവരോട് വന്ന് കാണാനും ഒക്കെയുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യുന്ന ഉള്ളതുമുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. ഒരു പരിധിക്കപ്പുറം നമുക്കും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം. നമുക്ക് കംപ്ലീറ്റ് ശരിയാക്കി നടത്തി വീട്ടിൽ വിടാനായിട്ട് നമുക്ക് എല്ലാ സ്ട്രോക്കുകൾക്കും പറ്റില്ലല്ലോ. ഫാമിലി സപ്പോർട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ, നമ്മൾ രോഗത്തെ പറ്റിയും അതിൻ്റെ ഒരു ആഫ്റ്റർ കെയറിനെ പറ്റിയും സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു അവയർനെസ്സിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതും സ്ട്രോക്കുമായിട്ടുള്ള കണക്ഷൻസ് ഒന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ ഡോക്ടർ പറഞ്ഞു കേട്ടതെന്ന് എനിക്ക് തോന്നിയത് BP-യും സ്ട്രോക്കും വളരെ കണക്റ്റഡ് ആണ്. എത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ, വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ സ്ട്രോക്ക് വരാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആണ്. ഷുഗർ, പ്രഷർ എന്നാണ് നമ്മൾ പറയുന്നത് എപ്പോഴും. രണ്ടും ബോത്ത് ഡയബറ്റിസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ നൊട്ടോറിയസ് റിസ്ക് ഫാക്ടേഴ്സാണ് സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ളത്. നമുക്ക് എത്ര നാൾ ഷുഗർ ഉണ്ട് എന്നുള്ളതിനേക്കാട്ടിലുപരി നമ്മുടെ ഷുഗർ എത്ര കൺട്രോളാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് എത്ര നാൾ പ്രഷർ ഉണ്ടാകുന്നതിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആ BP എത്ര കൺട്രോൾ ആണെന്നുള്ളത്. ഒരു മധ്യവയസ്കരെ അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചാൽ എല്ലാവരും പറയും BP-യുടെ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് BP ചെക്ക് ചെയ്യുന്നുണ്ട്? ആരും ചെക്ക് ചെയ്യുന്നില്ല. മരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് 3 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ആണ് പോയി BP നോക്കുന്നത്. നമ്മൾ മരുന്ന് കഴിക്കുന്നത് BP കുറച്ച് വയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ BP കുറഞ്ഞു എന്ന് നോക്കണമല്ലോ. അതറിയുന്നത് എപ്പോഴാണ്? നമ്മൾ നോക്കുമ്പോഴേ അത് അറിയുന്നുള്ളൂ. ഒരു സിംറ്റം വന്ന് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ തലവേദന വന്ന് നോക്കുമ്പോൾ BP ഹൈ ആയിരിക്കും. സ്ട്രോക്ക് വരുമ്പോൾ രക്തക്കൊള്ളിൽ പൊട്ടി സ്ട്രോക്ക് വരുമ്പോൾ BP ഹൈ ആയിരിക്കും. അപ്പോൾ ആ ഹൈ BP കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ. അപ്പം മരുന്ന് കഴിക്കുന്ന ഒരാൾ മരുന്ന് കഴിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായിട്ട് ഇത് ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും ഓർക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും BP നോക്കണം. ഷുഗറും മാസത്തിൽ 3 മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യണം. അത് കൂടുതലാണെങ്കിൽ അത് ശരിയായിക്കൊള്ളും എന്നുള്ള ധാരണയിലിരിക്കാതെ ഡോക്ടറിനെ കണ്ട് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം ചിലരങ്ങനെ ചെയ്യാറുണ്ട്. പലരും ആട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ്, ഞാൻ ഇന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി, പക്ഷേ ഇന്നലെ ഞാൻ പായസം കഴിച്ചായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ മരുന്ന് കഴിച്ചില്ല, അതുകൊണ്ടാണ് ഡോക്ടറെ കൂടിയിരിക്കുന്നത് എന്ന് പറയും. അതിൽ വലിയ കാര്യമില്ല. അതൊരു നമ്മളെ സ്വയം നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമാണത്. അതിൽ പ്രത്യേകിച്ച് ഇംപ്ലിക്കേഷൻ ഇല്ല. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ലോങ് ടേം ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര തന്നെ ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്താലും ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് കിഡ്നിക്ക് തകരാറ് വരുന്നില്ലേ, അതുപോലെ തന്നെ തേയ്മാനം തലച്ചോറിനും ഉണ്ടാകും. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഒരുപാട് നാൾ ഷുഗറും പ്രഷറും ഇരുന്നാലുള്ള പ്രശ്നം എന്താണ്? ചെറിയ ചെറിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോകും തലച്ചോറിന് തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം കുറയ്ക്കാനും BP ഷുഗറിൻ്റെ കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള BP ഉള്ള ഒരാളുടെ ഒരു സ്കാൻ ചെയ്യുന്നത് കാണുന്നതും കൺട്രോൾഡ് ആയിട്ട് BP ഉള്ള ഒരാളുടെ സ്കാൻ കാണുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാകും. കൺട്രോൾ ഇല്ലാത്ത BP ഒട്ടും കൺട്രോൾ ചെയ്യാത്ത ഒരാളുടെ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ കാണാൻ പറ്റും. അദ്ദേഹത്തിന് ചിലപ്പോൾ അത് സിംറ്റമായിട്ട് വന്നതായിരിക്കില്ല, പക്ഷേ സൈലൻ്റ് ആയിട്ട് അവിടെ രക്തക്കുഴലുകൾ, കുഞ്ഞു സ്ട്രോക്കുകൾ, തേയ്മാനം, ഈ തലച്ചോറിൽ നീർവീക്കം ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അത് സ്ട്രോക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തേയ്മാനം വരുമ്പോൾ മറവി രോഗം വരും, കാര്യക്ഷമത കുറയും, നടക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതെല്ലാം ലോങ് ടേം ആയിട്ട് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളൊരു റുട്ടീൻ ബ്ലഡ് ചെക്കൊക്കെ ചെയ്യുമ്പോൾ കൊളസ്ട്രോള്
ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ അതും സ്ട്രോക്കും തമ്മിൽ ബന്ധമുണ്ടോ? അതെ, ബന്ധമുണ്ട്. നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യുന്ന സ്ട്രോക്കിൽ നോക്കുന്നൊരു കാര്യം ഒരാളുടെ LDL കൊളസ്ട്രോളാണ്. LDL കൊളസ്ട്രോളാണ് ബാഡ് കൊളസ്ട്രോൾ. നമ്മൾ മോണിറ്റർ ചെയ്യുന്നതും ആദ്യം നോക്കുന്നതും പിന്നെ സീരിയലി നോക്കുന്നതും എല്ലാം LDL കൊളസ്ട്രോളാണ്. LDL കൊളസ്ട്രോളാണ് രക്തക്കുഴലിലെ ഭിത്തിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൊഴുപ്പുണ്ടാക്കുന്ന കൊളസ്ട്രോൾ. നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ അത് ഒരു മിക്കവാറും ഒരു 150-200 ആയിരിക്കും ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് പൊതുവേ കാണുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 100, ഡയബറ്റീസ് ഉള്ളവർക്ക് ഒരു 70 താഴെ അതാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്നത് തന്നെ. കാരണം രക്തക്കുഴൽ അടപ്പ് വരാതിരിക്കാൻ എക്കോസ്പിരിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് രക്തക്കുഴലിലെ ഭിത്തിയിലെ കൊളസ്ട്രോൾ അലിഞ്ഞു പോവുക എന്നുള്ളത്. അപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ LDL കൊളസ്ട്രോൾ നോർമലാണ്, എനിക്ക് ഡോക്ടറെ എനിക്ക് 230 ഉള്ളൂ, ഞാൻ നടന്നാൽ പോരെ, ഇനി ഞാൻ എന്തിനാ അറ്ററോസ്റ്റാറ്റിൻ കഴിക്കുന്നത്? അങ്ങനെയല്ല. ഒരാൾക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടോ എക്കോസ്പിരിൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അറ്ററോസ്റ്റാറ്റിൻ കഴിക്കണം. അതിൻ്റെ ഡോസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തുമെന്നുള്ളതേ ഉള്ളൂ. LDL കൊളസ്ട്രോളാണ് നമ്മൾ നോക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് ലെവലും നോക്കും, പക്ഷേ ഡയറക്റ്റായിട്ട് സ്ട്രോക്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് LDL കൊളസ്ട്രോളാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ജെൻഡർ, മെയിൽ ഫീമെയിൽ, ഇത് തമ്മിൽ വ്യത്യാസം കാണാറുണ്ടോ സ്ട്രോക്ക് റേറ്റിൽ? അതെ, വ്യത്യാസമുണ്ട്. നമുക്ക് പൊതുവേ കാണുന്നത് പുരുഷന്മാരിലാണല്ലോ നമ്മൾ പൊതുവേ ഒരു സ്ട്രോക്ക് കൂടുതൽ കാണും. അത് എല്ലാവരും നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു 60 മുതൽ 70% വരെ സ്ട്രോക്കുകൾ പുരുഷന്മാരിലാണ് വരിക. ഓൾമോസ്റ്റ് 1/3, 30%, 20-30% ഓഫ് ദ സ്ട്രോക്കാണ് യൂഷ്വലി ഫീമെയിൽ പോപ്പുലേഷനിൽ കാണുന്നത്. പക്ഷേ ഇത് ഏജ് ഡിഫറൻസ് ഉണ്ട് ഇതിന്. കാരണം സ്ത്രീകളിൽ മെനോപോസ് വരെ പൊതുവേ സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ കുറവാണ്. കാരണം ആ സമയത്ത് അത് യങ് ഏജിലൊക്കെ സ്ട്രോക്ക് വരുന്നത് മിക്കപ്പോഴും സ്ത്രീകൾക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളപ്പോഴാണ്, വാൽവിന് തകരാറുള്ളപ്പോൾ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ APLA, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ വരുമ്പോഴാണ് ഒരു യങ് ഫീമെയിലിന് പൊതുവേ സ്ട്രോക്ക് വരാനുള്ള സാധ്യത. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ റിസ്ക് 2 പേർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ പൊതുവേ നമ്മുടെ മെനോപോസ് എത്തുന്നത് വരെ ഫീമെയിൽസിൽ സ്ട്രോക്കിൻ്റെ റിസ്ക് കുറവാണ്. മെനോപോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകളിൽ പൊതുവേ സ്ട്രോക്കിൻ്റെ റിസ്ക് മെയിൽസിനെ പോലെ തന്നെയാണ്. പക്ഷേ മെനോപോസിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രോക്കുകൾ സ്ത്രീകളിൽ കുറച്ചുകൂടെ സിവിയറാണ്. ഏജ് കഴിയുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ട്രോക്കിൻ്റെ സിവിയറിറ്റിയും കൂടുതലാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ മരണനിരക്കും ഒരു ഏജിനപ്പുറം കൂടുതലാണ്. അതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷേ റീസൺ കോസുകളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. യങ് ഫീമെയിൽ വരുമ്പോൾ, അതായത് യങ് സ്ത്രീകൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായും ഹാർട്ടിൻ്റെ പ്രശ്നവും ഈ ആൻറ്റിബോഡിയുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒബിസിറ്റി അല്ലെങ്കിൽ വ്യായാമമില്ലായ്മ, അത് സ്ട്രോക്കും തമ്മിൽ ബന്ധമുള്ളതായി കണ്ടിട്ടുണ്ട്? അതെ, നമ്മൾ ഈ 4-5 കാരണങ്ങൾ പറയുന്നതിൽ 5ാമത്തെ കാരണമാണ് ഒബീസിറ്റി, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വേസ്റ്റ് സർക്കംഫറൻസ്, അതായത് നമ്മുടെ പുക്കിളിന് താഴെ ഇടുപ്പിന് മേലെയുള്ള ചുറ്റളവ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് സ്ട്രോക്കിൻ്റെ റിസ്ക്കുമായിട്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട്, എല്ലാവരും ചോദിക്കും എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ എല്ലാം റെക്കമെൻഡേഷൻസിലും ഗൈഡ് ലൈൻസിലും നമ്മളിപ്പോൾ പറയുന്നത് 20-25 മിനിറ്റെങ്കിലും ആഴ്ചയിൽ 5 ദിവസം ബ്രിസ്ക് വാക്കിംഗ് നിങ്ങളെ കൊണ്ടാവുന്ന പോലെ നടക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണൊരു റെക്കമെൻഡഡ് ഗൈഡ് ലൈൻ. അത് മതി, അത് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ എത്ര സ്പീഡിൽ നടക്കണം? ബ്രിസ്ക് വാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വിയർത്ത് കുളിക്കാതെ ആയാസപ്പെടാതെ നമ്മൾ നടക്കുന്നതിനെയാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. വിയർത്ത് കുളിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് തന്നെ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ഡിഫറൻറ്റ് വരും. ഇപ്പം ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് എന്തായാലും മുട്ടിന് തേയ്മാനം ഉണ്ടാകും. അയാളെ കൊണ്ട് 25 മിനിറ്റ് നടക്കണം എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം അയാൾക്ക് സ്റ്റെപ്പ് കയറുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിന് ചുറ്റും നടന്നാൽ മതി, ജിമ്മിൽ പോകണ്ട, നടന്നാൽ മതി. വാക്കിംഗ് പറയാനുള്ള കാര്യം നമ്മുടെ എക്രോസ് ഏജസ് ആൻഡ് എക്രോസ് പോപ്പുലേഷൻ വാക്കിംഗ് ഒരു വെൽ ടോളറേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. എല്ലാവർക്കും ഓടാൻ പറ്റില്ല. ചിലർ ചോദിക്കും നീന്തിക്കോട്ടെ എന്ന്. നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ നീന്തിക്കോളൂ, അതേ നമ്മൾ പറയുന്നുള്ളൂ. സ്വിമ്മിങ് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിസ്ക് വാക്കിങ്ങേ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങളെ കൊണ്ടാവുന്ന, അതായത് ഇന്ന ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് എക്സസൈസും നിങ്ങൾ ചെയ്യാം. പക്ഷേ ഇതിൽ താന്നു പോകരുത് എന്നുള്ളതേ ഉള്ളൂ. 20 മിനിറ്റ്സ് വീക്ക്ലി 5 ടൈംസ് എ വീക്ക് എങ്കിലും നമ്മൾ നടന്നിരിക്കണം. ദാറ്റ് ഈസ് ദ ഓൺലി റിക്വയർഡ് തിങ് ടു പ്രിവെൻറ്റ് സ്ട്രോക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത്.
ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയിലും പരസ്യങ്ങളിലും ഒക്കെ കാണുന്ന ഒരു ഇമേജറിയാണ്, നമുക്ക് വല്ലാതെ സ്ട്രെസ്സ് വരുന്നു, തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, അതുപോലെ ശരിക്കും ഈ സ്ട്രെസ്സും സ്ട്രോക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, സ്ട്രെസ്സും സ്ട്രോക്കും തമ്മിൽ വളരെ റിലേറ്റഡ് ആണ്. ഇപ്പം ഒരുപാട് സ്റ്റഡീസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം സ്ട്രെസ്സ് എല്ലാത്തിനും ഒരു കോമൺ ഫാക്ടർ ആണെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. എല്ലാ അസുഖങ്ങളെയും നമ്മൾ സ്ട്രെസ്സുമായിട്ട് ഇപ്പോൾ റിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതൊരു പൊതുസമൂഹം വളരെ വേഗമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിൽ ശരിക്കും സയൻസ് ഉണ്ട് അതിൽ. സ്ട്രോക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇൻ്റർ സ്ട്രോക്ക് എന്ന പോലത്തെ സ്റ്റഡീസൊക്കെ വന്നിരുന്നു. അതിൽ ഏകദേശം 100,000 പേഷ്യൻസിനെ അവർ സ്റ്റഡി ചെയ്തിട്ടാണ് സ്ട്രെസ്സും സ്ട്രോക്ക് വരാനുള്ള സാധ്യത സ്ട്രെസ് ഉള്ളവരിൽ കൂടുതലാണോ എന്ന് കാണാം. അപ്പോൾ അതിലവർ കണ്ടുപിടിച്ചത് ഏകദേശം 39 മുതൽ 46% വരെ റിസ്ക് ഉണ്ട് ഒരാൾക്ക്, മോഡറേറ്റ് ടു സിവിയർ സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്നാൽ. പക്ഷേ ഒരു വെസ്റ്റേൺ പോപ്പുലേഷനാണ്, പക്ഷേ സ്റ്റിൽ ദാറ്റ് ഹോൾഡ്സ് ഗുഡ്. കാരണം നമ്മുടെ പോപ്പുലേഷനിലും സ്ട്രെസ് ഒട്ടും കുറവല്ല. അതുകൊണ്ട് നല്ല ഉറക്കം എന്ന് പറയുന്നതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കുറച്ചൊക്കെ ഈസി ഗോയിങ് ആവുക, കാര്യങ്ങളെല്ലാം തലയിലിടാതെ പറ്റുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 50-40% റിസ്ക് എന്നൊക്കെ പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പറാണ്, ഒരു 10% ഒന്നും അല്ല. അപ്പം ഇത്രയും അക്രോസ് പോപ്പുലേഷനിൽ നടത്തിയ സ്റ്റഡികളിൽ പോലും 39 സ്റ്റാർട്ടിങ്. 39 to 46% എന്ന് പറയുന്നൊരു നല്ല നമ്പറാണ്. അതുകൊണ്ട് സ്ട്രെസ് ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഫാക്ടറാണ് സ്ട്രോക്കിൽ. ചിലപ്പോൾ ഇനി അടുത്തൊരു 1-2 കൊല്ലം കഴിയുമ്പം ഈ 5 എന്നുള്ള 6ാമത്തെ സ്ഥാനത്ത് നിന്ന് സ്ട്രെസ്സ് ചിലപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ ആയിട്ട് വന്നെന്നും വരാം. അപ്പം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എത്ര പ്രാധാന്യമുണ്ട്? പുകവലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. നമ്മൾ ഏജ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ്, ഒബീസിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പറയുന്നത്. അപ്പം സ്മോക്കിംഗ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു സ്ട്രോക്കാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സ്മോക്കിംഗ് കാരണം രക്തക്കുഴലിനകത്തുള്ള കൊഴുപ്പ് കട്ടി കൂടും. അതാണ് സ്മോക്കിങ്ങിൻ്റെ പ്രശ്നം. അപ്പം സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഹാർട്ടിനകത്തുള്ള രക്തക്കുഴൽ അടഞ്ഞു പോകുന്നില്ലേ, കൊഴുപ്പ് കട്ടി വന്ന്, അതേപോലെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലും അടയും. അതിൽ പ്രധാനമായിട്ട് കഴുത്തിലേക്കുള്ള കരോട്ടിഡ് രക്തധമനിയിൽ കാര്യമായിട്ടുള്ള ബ്ലോക്കുകളും ക്ലോട്ടും ഉണ്ടാകും സ്മോക്കിംഗ് കാരണം. അപ്പം നമ്മളൊരു 60 വയസ്സിന് മേലെയുള്ള ഒരാൾക്കൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു 40-50% അടപ്പുണ്ടാവും കഴുത്തിലെ രക്തക്കുഴലിന്. അപ്പോൾ നമ്മൾ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങൾ പതിവ് ഒരുപാട് നാളായി പുകവലിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത്രയും അടപ്പ് കാണുമ്പോഴേ നമുക്കറിയാം എന്തായാലും പുകവലിക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മൾ പറയില്ലേ, ഹാർട്ടിലും രക്തക്കുഴലാണ്, തലച്ചോറിലും രക്തക്കുഴലാണ്. ഇവിടെ അടയാമെങ്കിൽ അവിടെയും അടയും. ഒരേ കാരണം കൊണ്ട് തന്നെ അടയും. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഈ ടോക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഒരുപാട് മനുഷ്യരെ ഡോക്ടർ കാണുന്നുണ്ട്, പെട്ടെന്ന് വരുന്നവരുണ്ടാവും. അപ്പോൾ ഡോക്ടർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റിയെന്നൊന്നും വരില്ല, ആ സാഹചര്യത്തിലൊക്കെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പാലിച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവില്ലേ? അങ്ങനെ പേഴ്സണലി നിങ്ങൾ കുറച്ച് ഗോൾഡൻ റൂൾസ് ഒന്ന് പാലിക്കൂ എന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എത്ര നേരത്തെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നു എന്നുള്ളതാണ്. അതിപ്പോഴും പലരും പല സമയത്താണ്. ആർക്കും ആ ഒരു എന്താ പറയുക, ഹാർട്ട് അറ്റാക്ക്, ഒരു നെഞ്ചുവേദന വരുമ്പോൾ ഒരു രോഗിയെ നമ്മൾ എടുത്തുകൊണ്ട് ഓടില്ലേ ആശുപത്രിയിൽ, അതൊരു സ്ട്രോക്ക് രോഗി എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഹാർട്ട് അറ്റാക്ക് വരുന്ന അതേ എമർജൻസി തന്നെയാണ് സ്ട്രോക്കിലും. ആ ഒരു ലാഘവം ഇപ്പോഴും ഉണ്ട്. നമ്മൾ എത്രയൊക്കെ അവയർനെസ് ഉണ്ടെന്ന് പറഞ്ഞാലും സ്ട്രോക്ക് സിംറ്റം വന്നാൽ 5 മിനിറ്റ് കഴിഞ്ഞ് ശരിയായില്ലേ, കുഴപ്പമില്ല, ഇനി വരികയാണെങ്കിൽ പോകാം, അല്ലെങ്കിൽ നാളെ വരുമ്പോൾ നാളെ ആ ഡോക്ടറെ കാണാൻ പോകാം, അല്ലെങ്കിൽ നാളെ ക്ലിനിക്കിൽ പോയി കാണാം, അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരാണ്. അതാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മളായിട്ടൊരു കൺക്ലൂഷനിൽ ഒരിക്കലും എത്തരുത്. സ്ട്രോക്ക് നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ECG എടുക്കുന്ന എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലാണ് സ്ട്രോക്കിൻ്റെ സിംറ്റം വരുമ്പോൾ സ്കാൻ എടുത്ത് നോക്കുന്നത്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവുക. സ്വയം ചികിത്സ ഒന്നും ചെയ്യണ്ട. ഷുഗർ കുറഞ്ഞത് കൊണ്ടും ഇങ്ങനെ വരാം, ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടും ഇങ്ങനെ വരാം. പക്ഷേ അത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ, ഡോക്ടർ നോക്കിയത് തീരുമാനിക്കട്ടെ. നമ്മളത് സ്വയം ചികിത്സ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മളായിട്ട് തന്നെയാണ് ആ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യുന്നത്. ഹാർട്ട് അറ്റാക്ക് പോലെയല്ല, രോഗാതുരത ഒരുപാടുള്ളൊരു അസുഖമാണ് സ്ട്രോക്ക്. നമ്മുടെ ഡിലേ ഇൻ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ഡിലേ ചെയ്യുന്നു അത്രത്തോളം വികലത ആ രോഗി അനുഭവിക്കാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നതിലുള്ള ഒരു വ്യഗ്രത, ഒരു സ്പീഡ് നമ്മൾ ഇനിയും വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ 4.5 hours വരാത്തവരുണ്ട്. എത്രയോ പേരെ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ആ അവയർനെസ്സാണ് ആദ്യം വേണ്ടത്. 2, നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് മരുന്ന് കഴിക്കുന്നത് നല്ലത് തന്നെ. എല്ലാവരും പറയും നന്നായി മരുന്ന് കഴിക്കുന്നുണ്ട്, കഴിച്ചോളൂ, വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇടയ്ക്കൊന്ന് നോക്കണം.
BP-യും ഷുഗറും കൊളസ്ട്രോളും കൺട്രോൾ ആണോ എന്നുള്ളത് അറിയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. മരുന്ന് ഇങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ നിങ്ങളുടെ HbA1c 12 ആണെങ്കിൽ ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് ഗുളിക കഴിക്കുന്നതിൻ്റെ അത്രയും തന്നെ പ്രധാനമാണ്. പിന്നെ പുകവലി, മദ്യപാനം ഉള്ളവരോട് ഞാനത് നിർത്താൻ പറയും. ഇല്ലെങ്കിൽ ഇനി തുടങ്ങണ്ടെന്ന് പറയും. അതേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം ഒരു പ്രായത്തിനപ്പുറം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ 25 വയസ്സിലും 30 വയസ്സിലുമാണ്. അതിൽ നമ്മുടെ ആഹാരത്തിൻ്റെ റോള് വളരെ വലുതാണ്. നമ്മളിപ്പോൾ പൊതുവേ ഒരു വെസ്റ്റേണൈസേഷൻ ആണല്ലോ. അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ പോലത്തെ ജീവിത രീതി മിമിക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ജീവിതശൈലി, എക്സസൈസ് ചെയ്യുക, നല്ലൊരു ഡയറ്റ് കീപ്പ് ചെയ്യുക, നല്ലൊരു ഗുഡ് സ്ലീപ്പ് വേണം എന്നുള്ളതും എല്ലാം നമ്മളിലൂടെയാണ് പോകുന്നതെന്ന് ചിന്തിക്കാതെ നമുക്കായി നമ്മൾ സമയം കണ്ടെത്തണം. കാരണം നമ്മൾ വന്നിട്ട് റിഗ്രറ്റ് ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം നമുക്ക് എന്ത് തരത്തിലുള്ള സ്ട്രോക്കാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ പ്രാർത്ഥിക്കുക, ഇത്രയേ പറയാനുള്ളൂ. ഡോക്ടർ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.